നമ്മൾ രാവിലെ നേരത്തെ തണുത്ത് വിറച്ചിട്ട് എവിടേക്കാണെന്നല്ലേ, വേറെ എവിടേക്കും അല്ല കേട്ടോ, നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. കർണാടക വോട്ടിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇലക്ഷൻ്റെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മളെന്തായാലും രാവിലെ നേരത്തെ എണീച്ച് അമ്പലത്തേക്ക് പല്ലശ്ശേനക്കാവ് വയ്ക്കാം കേട്ടോ. മീൻകുളത്തേക്കാവ് പറയും. ഒരുപാട് തിരക്കായിരിക്കുന്നു. വെള്ളിയാഴ്ച ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്ക് അവിടെ പോയാലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ അത്. നമ്മൾ നേരത്തെയൊക്കെ കാണുന്ന സമയത്ത് രണ്ട് സൈഡ് പൂവുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടി കുറേ പൂച്ചെടികൾ വെച്ച് വേറെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല തിരക്കുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഏകദേശം കുറച്ച് തന്നെ ആൾക്കാരുള്ളൂ. വേഗം തൊഴുതി ഇറങ്ങാനൊക്കെ പറ്റി. ഒരുപാട് ക്യൂ ഒന്നുമില്ല. അല്ലെങ്കിൽ അത് നമുക്ക് വെളിയിൽ നിന്നിട്ടാണ് കേട്ടോ അതെടുക്കുന്നത്. മീനൂട്ടി ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അതാണ് മുഖത്ത് കാണുന്ന ഭാവം. വേറെ ഒന്നുമില്ല കേട്ടോ. അവിടെ എണ്ണയപ്പം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. മുന്നേ നെയ്യപ്പമൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു. പക്ഷേ ഓർമ്മയില്ലാതെ വെളിയിൽ വന്നു കേട്ടോ. അപ്പോൾ അത് പഴംപൊരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ മീനൂട്ടി എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കില്ല കേട്ടോ. പിന്നെ വീണ്ടും വെളിയിൽ കടയിൽ പോയി ഉണ്ണിയപ്പം ഉണ്ടാവും വാങ്ങിച്ചിട്ട് വന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. കുറച്ച് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചു. മീനൂട്ടിക്ക് അംഗൻവാടി പോകണ്ടല്ലേ. ഇതൊക്കെ ഇളന്നനൊക്കെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കുറച്ചും കൂടി കഴിഞ്ഞ് വെട്ടാനായി.